CA പഠിക്കുന്നവൻ എങ്ങനെയാ നിന്റെ ഫ്രണ്ട് ആകുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് പരിചയമുണ്ട്. അതെങ്ങനെയാന്നാ ചോദിച്ചത്? കഴിഞ്ഞ കൊല്ലം ഞാൻ കെമിസ്ട്രി ട്യൂഷന് പോകുമ്പോൾ ഇയാളും അന്ന് അവിടെ ട്യൂഷന് വരുമായിരുന്നു. ഫൈനൽ MSc സ്റ്റുഡൻസിന്റെ കൂടെ. MSc കഴിഞ്ഞിട്ടാണോ CA പഠിക്കുന്നത്? ആ. എവിടുത്തുകാരനാ? കോത്താഴത്തുകാരൻ. എന്താ ജാതകം മേടിപ്പിക്കണമായിരിക്കും എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. പെൺപിള്ളേരായാലും ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് അടങ്ങി ഒതുങ്ങി കഴിയണം. അതിന് ഞാൻ ഒരു പയ്യനും പെണ്ണും കൂടെ കുഴഞ്ഞു ചിരിച്ച് നിൽക്കുന്നത് കണ്ടാല് അത് എന്തിന്റെ അസുഖമാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ലോകപരിചയം എനിക്കുണ്ട് കേട്ടോ. പോ അപ്പുറത്ത്. അന്ന് ആ ദീപ് വന്നൊരു കാര്യം പറഞ്ഞപ്പോ എല്ലാവരും കൂടി അവനെ കടിച്ച് ഞാൻ പോയി. ഇനി അവളെ നേരെ ചാടി കടിക്കാൻ പോയിട്ടൊന്നും ഒരു കാര്യമല്ല എൻ്റെ ഗോപാലകൃഷ്ണൻ നായരെ. ഇനിയിപ്പോൾ പുതുതായിട്ടൊരാളെ തിരക്കാനും ജാതകൊത്ത് നോക്കാനും ഒന്നും നിൽക്കണ്ടല്ലോ. ആ ദീപുവിനെ വിളിച്ച് ഒരു നേരം നോക്കിക്കാൻ പറയാ. അറിയിക്കേണ്ട 4 ആളെ അറിയിക്കുക. വേണ്ടതൊക്കെ വേണ്ട നേരത്ത് ഞാൻ ചെയ്തോളാം. അതിന് ഇനിയിപ്പോ ആരുടെയും സ്റ്റഡി ക്ലാസ് വേണ്ട. ക്ലാസ് നടത്തുന്നത് തന്റെ അച്ചി ദേ ഇവള്. എനിക്കതിനിപ്പോ അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഇനി രണ്ടാളും കൂടെ അതും പറഞ്ഞ് എന്തൊരു കഷ്ടവും നോക്കിയേ. എടി സരസ്വതി, മര്യാദയ്ക്ക് ആ പെണ്ണിനെ പിടിച്ച് ദീപുവിന്റെ കയ്യിൽ കൊടുത്തു. പഠിപ്പിച്ചിട്ട് നീ അവളെ വലിയ വയസ്സറോയിന്നാക്കാൻ പോണില്ലല്ലോ. അതുകൊണ്ട് എത്രയും വേഗം കാര്യങ്ങൾ ബുദ്ധിയായിട്ട് ചെയ്തു. ഇല്ലെങ്കിൽ ചിലപ്പോൾ അന്യജാതിക്കാർ പിള്ളേര് ഈ തറവാട്ടിൽ വന്നു കിടന്ന് അന്ത്യം ഉറങ്ങുന്നത് കാണേണ്ടി വരും. ഇവൾ ഇവിടുന്ന് കൂട്ടുകാരികളുടെ വീട്ടിൽ പോകുന്നു പറഞ്ഞ് ഇറങ്ങിയാൽ ഇപ്പോൾ ഇത് തന്നെയാ പണി. പലരും രണ്ടിനെയും കൂടെ പലയിടത്തും വെച്ച് കാണുന്നുണ്ട്. ന്യൂസൊക്കെ അപ്പോഴപ്പോൾ എൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട്. ഞാൻ പിന്നെ എല്ലാം ഇവിടെ ഒന്നും പറയാത്തതാ. പറഞ്ഞിട്ടെന്താ, ഒരു കാര്യമില്ല. എടാ എന്നും പറഞ്ഞ് നീ മിഴിമിഴാന്ന് നോക്കിക്കൊണ്ട് നിന്നാലേ ഒടുവിൽ പെണ്ണവന്റെ കയ്യിലിരിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ എന്ത് ചെയ്യണമെന്നാ? അവന് നല്ല ഇടി കൊടുത്ത് വരട്ടി വിടണം. അതൊരു വലിയ പ്രയാസമുള്ള കാര്യമല്ല. അത് ഈസിയാ. ഈശ എന്ന് പറഞ്ഞ് നടന്നാ പോരാ. എത്രയായാലും അവൻ വർത്തനല്ലേ, നീ നാട്ടുകാരനല്ലേ. അതെ, ആ അതാ പറഞ്ഞത്. മേല് നോവുമ്പോ അവൻ അവന്റെ നാട് പിടിക്കും. കൊടുക്കുമ്പോ നല്ല ശരിക്കും കൊടുത്തു വിടണം. മേല് നോവണം. വരട്ടെ, പലയിടത്തും ഞാനിട്ട് വളയുന്നുണ്ട്. ഒരു ദിവസം ഒതുങ്ങി കിട്ടും. അടിച്ചു കളയരുത്. 60 രൂപ. സോറി. ഇതെന്താ വില? ഇതിന് 8 രൂപ 50 പൈസ. വേണ്ട. ഇത് ഇത് 14 രൂപ. വേണ്ട. ദാ ഇത് 60 രൂപ. ഇതെന്താപ്പാ വില? ഈ കണക്കിന് താടി വളർത്തി പോവല്ലോ. എന്നാ പിന്നെ ഫ്രീ ആയിട്ട് തരാം. എങ്കിൽ ഇത് തന്നെ എടുത്തോണം. സോപ്പ് ഈ കിടക്കുന്നതിനാണ് സോപ്പ് എന്ന് പറയുന്നത്. ഏതാന്ന് വെച്ചാൽ എടുത്തോണം. ഇതിനെന്താ വില? വില എന്താണെന്നുള്ളത് അതിൽ എഴുതി ഒടിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് ഒരു കടയിൽ കയറിയാൽ സാധനത്തിന്റെ വില ചോദിക്കാൻ പാടില്ലേ? എന്താ പാടില്ലേന്നോ? പാടില്ല, ഇവിടെ പാടില്ല. ഇതും കൂടി ചേർത്ത് ബില്ല്. അങ്ങനെ ഇപ്പൊ ബില്ല് തരുന്നില്ല. നിനക്കെന്നെ അറിയാമോ? സൂക്ഷിച്ചു നോക്ക്. മനസ്സിലാവുന്നില്ല? ഒട്ടും ഓർമ്മ വരുന്നില്ല? വീട്ടിൽ പറഞ്ഞിട്ടാണോ പോന്നേക്കുന്നത്? പ്രഭാര, നീ താഴെ പോയിരുന്നോ? മുകളിലേക്ക് ഞാൻ പറഞ്ഞിട്ട് ആളെ വിട്ടാ മതി. ഇതെന്താ നിനക്ക് പ്രാന്തളായിരിക്കുന്നേ? ആളെ കൊല്ലാൻ പോവാ? അങ്ങനെ
മിണ്ടരുത്, കാച്ചുകളയും. മിണ്ടരുത്. കേറിയിരിക്കൂ. ആരാ? മനസ്സിലായില്ല. ഞാന്, എന്റെ പേര് ദേവൻ, ഭാമയുടെ ഫ്രണ്ടാണ്. എന്തേ? ഒന്നുമില്ല, വെറുതെ ഇതുവഴി ഇങ്ങനെ പോയപ്പോ ഒന്ന് കേറിയിട്ട് പോവാന്ന് കരുതി. അങ്ങനെ കേറിയിട്ട് പോവാൻ ഇതെന്താ സത്രം പറ്റണോ? മുത്തശ്ശിക്ക് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. തീരല്ല. സാറില്ലേ? ഇല്ല. ഓഫീസിൽ പോയിരിക്കാ? അതെ. ഞാന് സാറിന് ഒരിക്കൽ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, ഭാമയുടെ ഒപ്പം. CA പഠിക്കുന്നു പറഞ്ഞ? ആ അതെ. അമ്മയ്ക്ക് ആളെ മനസ്സിലായില്ലേ? ഓഹോ, മനസ്സിലായി. ഇവനല്ലേ ആ ദീപും സെറ്റും കൂടെ കടക്കകത്തിട്ട് അടിച്ചെല്ലൊടിച്ചത്? അതെ മുത്തശ്ശി, അതെന്നെ തന്നെയാ. പ്രദീപ് ഒന്ന് പറഞ്ഞു കാണുമെന്ന് തോന്നി, അതുകൊണ്ട് കൂടിയാ നേരിട്ട് വന്ന് കാര്യം പറഞ്ഞോളാന്ന് വെച്ചത്. ഈ മുത്തശ്ശിക്ക് എല്ലാം അറിയാം. സാറിനെ എന്തിനാ കാണുന്നേ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പിന്നെ എല്ലാരും ഒന്ന് നേരിട്ട് കണ്ട് പരിചയപ്പെടണമെന്ന് തോന്നി. കിഴക്കനെല്ലൂർ മനാന്ന് പറയും. അച്ഛൻ്റെ തറവാട് അങ്ങനെ അറിയപ്പെടുക. അച്ഛൻ്റെ പേര് ഡോക്ടർ KBD നമ്പൂതിരിപ്പാട്. ബ്രഹ്മദത്തെന്ന ശരിയായ പേര്. നമ്പൂരിയാ? ഞാൻ നമ്പൂതിരിയല്ല, അമ്മ നായർശ്രീയാ. പടിഞ്ഞാറ്റും പടിയറ്റതിൽ എന്ന് പറയും, അവിടത്തെയാ. വെറുതെ ഇതിലെ പോയപ്പോ ഒന്ന് കേറി
എല്ലാരെയും കണ്ടിട്ട് പോവാന്ന് കരുതി. ഈ തമ്പുരു ആരുടെയാ? ഭാമയുടെ ആണോ? ആ ഒന്നുമല്ല, അതെന്റെയാ. ആ അവളുടെ അത്ര നോണ പറയാനുള്ള ഒരു വാസനയെ. മുത്തശ്ശിയുടെ തന്നെയാ. മുത്തശ്ശി നന്നായിട്ട് വയലിൻ വായിക്കും. അതെയോ? എല്ലാം നന്നായി വായിച്ചിരുന്നു, അസലായിട്ട് പാടിയിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരിക്കൽ നീ അന്ന് കുഞ്ഞാ ഗോവിന്ദൻ മാമന്റെ ഒരു കച്ചേരി ഈ തറവാട്ടി വെച്ച് നടത്തിയപ്പോ പക്കമേളത്തിന് ഞാൻ മൃദംഗവും വായിച്ചിട്ടുണ്ട്. ഇപ്പോഴെല്ലാം പോയി കുട്ടി, ഒന്നും പഴയ പോലെ ഓർമ്മ നിൽക്കണില്ല. ദേവൻ അസലായിട്ട് പാടും. അതെയോ? ഏയ് വെറുതെ പറയാ. അയ്യോ പച്ചക്കള്ളം, നന്നായിട്ട് പാടും. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, ചുമ്മാ എല്ലാരെയും പോലെ മൂളിപ്പാട്ട് പാടും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളെങ്കിൽ അത്രയും കേൾക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. വിരോധമൊന്നുമില്ല. എങ്കി വാ ഇങ്ങോട്ടിരിക്കും, വാ. അല്ല, ആദ്യമായിട്ടൊരു വീട്ടിൽ വന്ന് കേറുമ്പോ അങ്ങനെയൊന്നും നോക്കാനില്ല, പാടാൻ പറഞ്ഞ അങ്ങ് പാടിയാ മതി. നന്നായി പാടുന്നുണ്ടല്ലോ. മോ വെറ്റില് മുറുക്കോ? എന്തേ? മുറുക്കോ? അങ്ങനെയില്ല, എന്നാ വിരോധമില്ല. വിരോധമില്ല എന്നാണെങ്കിൽ ഇതാ, ഇത് നിന്റെ പാട്ടിന് ഭേഷായിരുന്നു. അല്ല, മുത്തശ്ശിയുടെ മറ്റു മുമ്പിൽ വെച്ച്. അതിനിപ്പോ എന്താ, ഞാനും മുറുക്കാം. പുകല വേണ്ടല്ലോ. ലേശം ആവാം. ഇതാ, കാപ്പി കുടിച്ചിട്ട് മുറിക്കാ പോരായിരുന്നോ? ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇനിയിപ്പോ ഇത്തിരി കഴിഞ്ഞിട്ട് കാപ്പി എടുത്താ മതി, അല്ലടാ കുഞ്ഞ്? മതി മതി, ഇനിയിപ്പോ ഉടനെ കാപ്പി വേണോന്ന് തന്നെ ഇല്ല. എന്തൊക്കെ ഇരുന്നോണ്ട് അടിച്ചു വിടുന്നത്? ഒരു ഉളുപ്പും ഇല്ലാതെ ഇരുന്ന് നുണ പറയാ. അയ്യേ, എന്തായിരുന്നു അച്ഛന്റെ പേര് പറഞ്ഞത്? എന്തായിരുന്നു? ബ്രഹ്മദത്തൻ. അതെ അതെ. അത് പക്ഷെ നുണയല്ല, പറഞ്ഞൊന്നും ശരിക്കു പറഞ്ഞ നുണയല്ല. എന്ന് പറഞ്ഞ? ബ്രഹ്മാവിന്റെ സന്തതികളാണ് ഗന്ധർവന്മാർ. അമ്മ? അമ്മ അമ്മയില്ല, അമ്മയെ പറ്റി അറിയില്ല. ബ്രഹ്മാവിന്റെ ജീവവായുവിൽ നിന്നാണ് ഗന്ധർവന്റെ ജനനം. ഞങ്ങൾക്ക് അമ്മയും അച്ഛനും ബ്രഹ്മാവ്. ശരിക്കുള്ള പേരെന്താ? പേരില്ല, പേരിടാൻ ഞങ്ങൾക്ക് അധികാരമില്ല. അവിടെയും? അവിടെ ഒരു പേരുണ്ടായിരുന്നു, പക്ഷെ അതെന്താണെന്ന് ഓർമ്മയില്ല. അത് പുളു. അല്ല, സ്വർഗം ഞങ്ങൾക്ക് ഓർക്കാൻ പാടില്ല. ഞങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഇങ്ങോട്ട് വിടുമ്പോൾ അത് മാച്ചു കളഞ്ഞിരിക്കുക. ശാപത്തിന്റെ കാലാവധി തീർന്ന് തിരിച്ചെത്തുമ്പോൾ അതും തിരിച്ചു തരും. അപ്പോൾ ഭൂമിയുടെ ഓർമ്മ മാച്ചു കളയും. ഇവിടെ കണ്ടതൊക്കെ എന്നെയും അങ്ങനെയാണ്. പക്ഷേ ഞാൻ പോവില്ല, എനിക്കിനി ഇവിടെ കഴിഞ്ഞാൽ മതി. ഞാനിന്ന് ഭാമയുടെ വീട്ടിൽ വന്നത് എന്തിനാണെന്നറിയാമോ? മനുഷ്യനാകാനുള്ള കൊതി കൊണ്ട്. അമ്മ, അച്ഛൻ, അനിയത്തി, മുത്തശ്ശി, എനിക്ക് നിന്നോട് അസൂയ തോന്നി. എന്തിന്? നിനക്ക് ആരൊക്കെയുണ്ട്? ബന്ധങ്ങളുടെ ദിവ്യ സൗരഭ്യം ഇന്ന് ഞാൻ അവിടെ വെച്ച് അറിഞ്ഞു. എനിക്കും അതിലൊരു കണ്ണിയാവണം. അത് ഞാൻ സാധിക്കും. എങ്ങനെ? ഞാൻ മനുഷ്യനാവും. ഈ ഭൂമിയിൽ നിന്റെ ഒപ്പം ജീവിച്ച് നിന്റെ ഓർമ്മയുമായി മരിക്കുന്ന ദേവൻ എന്ന പേരുള്ള ഒരു മനുഷ്യനാവും. അതിനുവേണ്ടി ഓർമ്മയേറ്റ് അലയുന്ന മരണമില്ലാത്ത ഗഗനചാരിയുടെ ചിറകുകൾ ഒന്നൊന്നായി ഞാൻ പറിച്ചെറിയും. എന്നെ ചൂഴ്ന്നു നിൽക്കുന്ന ശാപത്തിന്റെ എന്താ?
സൂര്യനിലെ അഗ്നിയുടെ മൂർത്തിമത്ഭാവമായ ഗന്ധർവ, ഗന്ധർവന്മാരുടെ നായകൻ ചിത്രരഥന്റെ നഗരത്തിൽ നിന്നുള്ള ശിക്ഷ നിന്നെ തേടിയെത്തിയിരിക്കുന്നു. നീ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ല, ഞാൻ പോകുന്നില്ല. ഇല്ല. ഇല്ല. ഇല്ല.